ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ കാലമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എൻ്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ടേ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഇതപ്പോൾ ഈ വർഷം എൻ്റെ കോഴ്സ് കഴിയും. അപ്പോൾ പിന്നെ കുറച്ച് സമയം ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം കുറച്ച് പേഴ്സണലായിട്ടാണെങ്കിലും കമൻസിലൂടെ ആണെങ്കിലും കുറച്ച് പേര് എന്നോട് 5th സെമ്മിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെയാണ് റെഫർ ചെയ്യാൻ നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും മോശം അഭിപ്രായം പറയുന്ന, എന്നാൽ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ള റെഫറൻസ് ബുക്കുകളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഞാൻ മഞ്ജുഷ പബ്ലിക്കേഷൻസിൻ്റെ ബുക്സാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മഞ്ജുഷ പബ്ലിക്കേഷൻസിൻ്റെ ഓക്കെ, കാലിക്കട്ടുള്ള പബ്ലിക്കേഷനാണ് അവരുടെ. അല്ലെങ്കിൽ കെ ഭാസ്കരൻ, പ്രൊഫസർ കെ ഭാസ്കരൻ സാറിൻ്റെ ബുക്സാണ് ഞാൻ കൂടുതലായിട്ട് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ബുക്ക് തന്നെയാണ് നമുക്കെല്ലാവർക്കും, അതായത് ഇപ്പോൾ ഒരുപാട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലാംഗ്വേജൊന്നും അല്ല യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എല്ലാ സെമ്മിനും ഞാൻ ബോട്ടണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, ബോട്ടണിക്കെന്നല്ല എല്ലാ സബ്ജക്റ്റിനും വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് മഞ്ജുഷ പബ്ലിക്കേഷൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് അതൊക്കെ ഒന്ന് ഏതൊക്കെയാണ് 5th സെമ്മിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ എന്നുള്ളതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു 5th സെമ്മിൽ നമുക്കൊരു 5 പേപ്പറാണ് വരുന്നത്. 5 പേപ്പർ ഓക്കെ, അതിൽ 4 നമ്മുടെ കോർ കോഴ്സ് തന്നെയാണ്, ബോട്ടണി തന്നെയാണ്. പക്ഷേ ഒന്ന് നിങ്ങൾക്ക് ഓപ്പൺ കോഴ്സ് വരുന്നുണ്ട്. ഓപ്പൺ കോഴ്സ് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു. ഞാൻ ചെയ്തിരുന്നത് കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫായിരുന്നു. കുറച്ചുകൂടി സിമ്പിളാണ്, നമുക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റുന്ന ടോപ്പിക്കുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് നല്ലൊരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അതുപോലെ കുറേ ടോപ്പിക്കുകളുണ്ടായിരുന്നു, സെക്സ് എഡ്യൂക്കേഷൻ, അങ്ങനെ കുറേ സുവോളജി റിലേറ്റഡ് ആയിട്ടുള്ള, കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ളത്, ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ളത് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ കുറേ ടോപ്പിക്കുകളുണ്ടായിരുന്നു. അതിൽ ഓർമ്മയില്ല ഇപ്പോൾ, സത്യം അത് ഓർമ്മയില്ലായിട്ടാണ്. അപ്പോൾ കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ ബുക്ക് ഇല്ല, ബുക്കായിട്ട് അതിന് ഒന്നും പഠിക്കാനില്ല. അന്ന് നമുക്ക് കുറേ PDF-കളും കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പോകെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, PDF-കളും നോട്ടുകളൊക്കെ കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് ചൂസ് ചെയ്യുന്നവർക്കായിട്ട് ഓക്കെ, ഞാനത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്ന നമ്മുടെ 5th സെമ്മിലുള്ള ബുക്ക് എന്ന് പറയുന്നത് ആൻജിയോസ്പേം മോർഫോളജി ആൻഡ് സിസ്റ്റമാറ്റിക് ബോട്ടണിയാണ്. ഓക്കെ, ആൻജിയോസ്പേം മോർഫോളജി ആൻഡ് സിസ്റ്റമാറ്റിക് ബോട്ടണി. ഇതിൽ നമ്മൾ ഇൻഫ്ലോറസൻസ് കാര്യങ്ങളൊക്കെ മുന്നേ പഠിച്ച സംഭവങ്ങൾ തന്നെ റിപ്പീറ്റ് ഒന്നും കൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ടാക്സോണമി, PSC ബോട്ടണിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്ക് ബോൺ ഓഫ് ബോട്ടണി എന്ന് പറയുന്നത് ടാക്സോണമിയാണ്. അപ്പോൾ ടാക്സോണമിയെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ബുക്ക് നമുക്ക് 5th സെമ്മിലാണ് പഠിക്കാനുള്ളത്. ആൻജിയോസ്പേം മോർഫോളജി ആൻഡ് സിസ്റ്റമാറ്റിക് ബോട്ടണിയാണ്. നല്ല ബുക്കാണ്. നമുക്ക് അതായത് നല്ല ആർക്ക് വേണമെങ്കിലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ മഞ്ജുഷ പബ്ലിക്കേഷനെ കുറിച്ചിട്ട് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും അതൊരു പ്രൊമോഷനൊന്നുമല്ല, ഞാൻ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ആൻജിയോസ്പേം മോർഫോളജി. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ടിഷ്യൂ കൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, എക്കണോമിക് ബോട്ടണി ആൻഡ് എത്നോ ബോട്ടണി എന്ന് പറയുന്നൊരു പേപ്പറാണ്. ഓക്കെ, ടിഷ്യൂ കൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, എക്കണോമിക് ബോട്ടണി ആൻഡ് എത്നോ ബോട്ടണി. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് പ്രോസസ്സും ടെക്നിക്കുകളും ഒക്കെ പഠിക്കുന്നു. പലതരം ഹോർട്ടിക്കൾച്ചറുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ വീഡിയോസ് നമ്മുടെ ടിഷ്യൂ കൾച്ചറിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസും ഹോർട്ടിക്കൾച്ചറിൻ്റെ വീഡിയോസും ചെയ്തിട്ടുണ്ട്. എക്കണോമിക് ബോട്ടണിയും എത്നോ ബോട്ടണിയും എനിക്ക് തൊടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ പോകെ നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പേപ്പർ വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ പേപ്പർ പരിചയപ്പെടുത്തുന്നത് സെൽ ബയോളജി ആൻഡ് ബയോകെമിസ്ട്രിയാണ്. സെൽ ബയോളജി ആൻഡ് ബയോകെമിസ്ട്രി കുറച്ച് അതായത് മോളിക്കുലർ ബയോളജി എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്ന എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്ത ഒരു പേപ്പറാണ് കേട്ടോ.
സത്യമായിട്ടും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്തൊരു പേപ്പറാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും ലാസ്റ്റുള്ള പേപ്പറാണ് കേട്ടോ. അതായത് കോർ കോഴ്സിൽ, അതായത് നമ്മുടെ ബോട്ടണി എന്ന് പറയുന്ന കോഴ്സിൽ നമുക്ക് എക്സാം ആയാലും ഒക്കെ വരിക ലാസ്റ്റത്തെ പേപ്പറായിട്ടാണ് നമുക്ക് എക്സാം വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്തിയ ആൻജിയോസ്പേം ആണെങ്കിൽ അത് സെക്കൻഡ് പേപ്പറാണ്. തേർഡ് വൺ ടിഷ്യൂ കൾച്ചർ. ഓക്കെ, തേർഡ് വൺ ആയിട്ടാണ് വരിക. ഈ സെൽ ബയോളജി ആൻഡ് ബയോ കെമിസ്ട്രി ലാസ്റ്റ് വൺ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഇപ്പോൾ ഇത് മനസ്സിലായല്ലോ, സെൽ ബയോളജി ആൻഡ് ബയോ കെമിസ്ട്രി. ഞാനിവിടെ പിക്ചർ കൊടുക്കുക കാരണം നിങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നോക്കി വാങ്ങിക്കാം. ഓക്കെ, ഇത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്താന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, പബ്ലിക്കേഷൻസ് നമ്മുടെ ബുക്ക് സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ബുക്ക് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് പേപ്പറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 5th സെമ്മിലെ ഫസ്റ്റ് പേപ്പറാണ് ജിംനോസ്പേംസ്, പാലിയോബോട്ടണി, ഫൈറ്റോജിയോഗ്രഫി ആൻഡ് എവല്യൂഷൻ. ഓക്കെ, നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, ജിംനോസ്പേംസിൻ്റെയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ജിംനോസ്പേംസ്, പാലിയോബോട്ടണി, ഫൈറ്റോജിയോഗ്രഫി ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്നൊരു ബുക്കാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 4 പേപ്പറുകളും ഈ 4 ബുക്കുകളും അതുപോലെ ഒരു ഓപ്പൺ കോഴ്സും, ഓക്കെ, ഒരു ഓപ്പൺ കോഴ്സ് അല്ലെങ്കിൽ എലക്റ്റീവ് കോഴ്സ് എന്നൊക്കെ പറയും, അത് ചേർന്നതാണ് നിങ്ങളുടെ 5th സെം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിലബസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുണ്ടോ. ഓക്കെ, ലൈക്ക് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും ബൈ.